പാൽ വില കൂട്ടാൻ ആലോചിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് പറയാമല്ലോ. ഇല്ല, അത് മിൽമ ഒന്ന് ആലോചിച്ചിട്ട് പറയട്ട്. മിൽമ ആലോചിച്ചിട്ട് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് ഗവൺമെൻറ് നടപടിയെടുക്കാൻ പറ്റുന്നത് അത് ഞങ്ങൾ ചെയ്യും. മന്ത്രിയുടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ പാർലമെൻറ്റ് വേറെ അടിയന്തര സ്വഭാവമുള്ള ചില മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഗവൺമെൻറ് സെക്രട്ടറിയാണ് കാണാൻ നോക്കിയത്. അവർ ശ്രീനഗറിൽ പോയിരിക്കുകയാണ്. അവർ 3 കഴിഞ്ഞുള്ള ദിവസങ്ങളിലേ വരുന്നുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര സഹമന്ത്രിക്ക് അത്യാവശ്യമുള്ള ചില നിവേദനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. വന്നിട്ട് വൈകിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പ്രശ്നത്തിൽ നമ്മുടെ കേരളം അടിയന്തരമായിട്ട് ഇടപെടും. കാരണം കേരളത്തിലെ ക്ഷീരവികസന വകുപ്പിനെയും കാർഷിക മേഖലയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കരാറാണ് ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഒപ്പിടാൻ പോകുന്നത്. ഒരു കാരണവശാലും അത് ഒപ്പിടരുത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളത്. അത് നല്ലതുപോലെ ബാധിക്കത്തില്ലേ? നമ്മുടെ ഇന്ത്യയാണ് പാലുൽപാദന രംഗത്ത് നമ്പർ 1 രാജ്യമായി നിൽക്കുന്നത്. ആ ഇന്ത്യയിലെ ക്ഷീര കർഷകർ നമുക്കറിയാം, അതിൻ്റെ സമ്പത്തിലൂടെ തന്നെയാണ് രാജ്യം പോലും അറിയപ്പെടുന്നത്. ആ നിലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിനും പാലുൽപ്പന്നങ്ങൾക്കും വിലയില്ലാത്തൊരവസ്ഥ വരാൻ പോവുകയാണ്. അതൊരു കാരണവശാലും നമ്മുടെ രാജ്യത്തെ ക്ഷീര കർഷകരെ ഇത് നല്ലതുപോലെ ബാധിക്കും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ശക്തമായ വരും കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ആ ഉടമ്പടി എന്നത് ഒപ്പിടും എന്നുള്ളതൊന്നും നമ്മെ സംബന്ധിച്ച് അറിയാൻ പാടില്ല. ഏതായാലും ശരി, ഞങ്ങൾ എന്തായാലും കേന്ദ്രത്തിൻ്റെ സഹമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒന്ന് കണ്ടിട്ട് അവരുടെയും കൂടെ വിശദീകരണം കേട്ടിട്ട് വേണ്ടത് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. അല്ല, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതൊന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് കാലിത്തീറ്റ വർധന. കാരണം സബ്സിഡി നിർത്തലാക്കി, കർഷകർ വളരെ പ്രതിസന്ധിയിലാണ്. ഇതിലെന്താണ് എവിടുത്തെ സബ്സിഡിയെ നിർത്തലാക്കി? കേരളത്തിൽ ഞങ്ങളിപ്പം സബ്സിഡി മിൽമ തന്നെ ഒരു ചാക്കിന് 50 കിലോയുടെ ചാക്കിന് 200 രൂപ ഇപ്പോൾ സബ്സിഡി വീണ്ടും കൊടുക്കുകയാണ്. കേരളത്തിലെ കേരള ഫീഡ്സും 100 രൂപ കുറച്ചിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. വർധനവ് കൊണ്ടുവരുന്നത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന കാലിത്തീറ്റകളിലാണ് ഈ വർധനവ് വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ കാലിത്തീറ്റയ്ക്ക് ഒരു കാരണവശാലും വില വർദ്ധിപ്പിക്കില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് 6 രൂപ പാലിന് വില വർദ്ധിപ്പിച്ച് ഞങ്ങൾ 100 രൂപ വില വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അവർക്ക് നമ്മൾ എന്താണ് അത്യാവശ്യം അവർക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കും. എന്തോ ഇല്ല, അത് മിൽമ ഒന്ന് ആലോചിച്ചിട്ട് പറയട്ട്. മിൽമ ആലോചിച്ചിട്ട് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് ഗവൺമെൻറ് നടപടിയെടുക്കാൻ പറ്റുന്നത് അത് ഞങ്ങൾ ചെയ്യും. അല്ല, മിൽമയുടെ കാലിത്തീറ്റയ്ക്ക് മാത്രമാണ് സബ്സിഡി. കർഷകർ സ്വന്തമായി കാലിത്തീറ്റ വാങ്ങിക്കഴിഞ്ഞാൽ സബ്സിഡി ഇല്ല. ഇതാണ് ചോദ്യം. അല്ല, കർഷകർക്ക് സബ്സിഡി കേരള ഫീഡ്സ് മേടിക്കണം, മിൽമയുടെ ഫീഡ് മേടിക്കണം. ഏത് കർഷകർക്കും അത് കിട്ടും. ക്ഷീരസംഘങ്ങൾ വഴി അത് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതെന്താ അതിനകത്ത് സംശയം എന്താ? പക്ഷെ അവർ പുറത്തെ ഫീഡാണ് മേടിക്കുന്നത്. അതാണ് ഇതിലുള്ള പ്രശ്നം. ഒരു പാല് കുറവും വരത്തില്ല. മറ്റേത് ചിലപ്പോൾ കഴിച്ച 2 മാസം കഴിഞ്ഞ് പശുവിന് പാല് കുറയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞങ്ങൾ അതുകൊണ്ട് കൂടുതലും കേരളത്തിലെ കാലിത്തീറ്റ ഉപയോഗിക്കണം എന്ന തരത്തിൽ തന്നെയാണ് കർഷകർക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇല്ല, അത് ഞാൻ പിന്നെ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ.